എന്തിയമ്മേ? എന്റെ നാത്തൂമാര് രണ്ടുപേരും ഇവിടെ ഇല്ലേ? നിന്റെ നാത്തൂമാര് രണ്ടും കൂടെ പറമ്പിലേക്ക് പോയിട്ടുണ്ട്. രാവിലെ ഇന്ന് കൊച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് രണ്ടുപേരും കൂടിയാ പോയത്. അതും കഴിഞ്ഞേച്ച് പറമ്പിലോട്ട് പോയത് ഇവിടെ വന്നിട്ട്. അതിലെ കൂടെ കറങ്ങി നടക്കുകയും ചെയ്യാം, എന്റെ കുറ്റവും പറയാലോ. അമ്മേനെ കുറിച്ച് എന്ത് കുറ്റം പറയാൻ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? ഇത് നിന്റെ മൂത്ത ചേട്ടൻ, നിന്റെ മൂത്താങ്ങളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അടങ്ങി ഒതുങ്ങി കുടുംബത്തിൽ നിൽക്കുന്ന ഒരു പെങ്കൊച്ചായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും അതേവിടെ അനുസരിക്കുകയും ചെയ്യും. എന്നെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തൊരു ഒച്ചപ്പാടും ഇല്ല, ബഹളവും ഇല്ല, സമാധാനമായിരുന്നു. എന്റെ ഇളയ ആങ്ങളെ കെട്ടിയ പെണ്ണിന് എന്താ കുഴപ്പം? നിന്റെ രണ്ടാമത്തെ ആങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടതിന് ഇച്ചിരി എല്ലു കൂടുതലാ. എന്നെ ഇന്ന് കയറി ഭരിക്കാൻ വന്നു എന്റെ അടുത്ത്. ദൈവമേ, ഞാൻ ഇന്നലെ പോയ നേരത്തെ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായോ? എന്റെ ആമക്കള് എന്റെ കയ്യിലാണല്ലോ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ കൊണ്ടുതരുന്നത്. 1 രൂപ അവരതിനകത്ത് എടുക്കുകയില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ എന്റെ അടുത്ത് വാങ്ങിച്ചുകൊണ്ടാണ് അവര് പോകുന്നത്. ഇതിപ്പോ അവക്ക് അവളുടെ ഭർത്താവിന്റെ കാശ് എന്റെ കയ്യിൽ കൊണ്ടുതരുന്നത് അവക്ക് അത്ര പിടിച്ചിട്ടില്ല. അവക്ക് മാസം 2000 രൂപ വേണമെന്ന്. എന്തിനീ 2000 രൂപ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പുറത്തോട്ട് പോലും ഇറങ്ങുന്നില്ല. മാസം 2000 രൂപ എന്ത് കാണിക്കാൻ വേണ്ടിട്ടാ? അതൊന്നും ഇവിടെ നടക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞു. അതാണ് പ്രശ്നം. കാരണം ഇപ്പൊ അവളുടെ കെട്ടിയവന്റെ കാശ് അവളുടെ കയ്യിൽ കൊടുക്കണമായിരിക്കും ഇനി. നടന്നതുവാ. എന്റെ അമ്മയെ ചേട്ടന്മാരുടെ കല്യാണം കഴിഞ്ഞില്ലേ? അവർക്ക് എന്തൊക്കെ ചെലവുണ്ടാവും? അമ്മ ഒരു കാര്യം ചെയ്യേ, ചെലവിനുള്ള കാശ് എന്തെങ്കിലും വാങ്ങിയിട്ട് ബാക്കിയുള്ള കാശ് അവരുടെ തന്നെ വെക്കാൻ കൊടുക്ക്. അവരുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയുടെ അടുത്താണോ എന്ന് പറയേണ്ടത്? അവരുടെ ഭർത്താവിന്റെ അടുത്തല്ലേ? പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്? കാശെല്ലാം അവന്മാരുടെ കയ്യിലിരുന്നാലേ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾ അതെല്ലാം കൂടെ ദൂർത്തടിച്ച് എന്റെ ആമക്കളെ ഓട്ടക്കുട്ടലിട്ട് വെള്ളം കോരിക്കും. ഹാ പ്രത്യേകിച്ച് ആ ഇളയ സാധനം ഒക്കെ ഇച്ചിരി ആർഭാടോ അഹങ്കാരവും കൂടുതലാ. അതുകൊണ്ട് ഒരൊറ്റ കാശ് ഇനിയിപ്പോ പിടിച്ച പിടിയെ ഞാൻ മേടിച്ചു വെക്കും. അല്ലെങ്കിൽ ചെറുക്കന് മാസാവസാനം പിന്നെ ചെറുക്കന് ആരോടെങ്കിലും കടം മേടിക്കേണ്ടി വരും. ആ ഇതൊക്കെ അത്രയൊക്കെ ഇതിന് പ്രായമുള്ളൂ, പക്വതയുള്ളൂ. അതുകൊണ്ട് എന്റെ ഒരു നിയന്ത്രണം ഇല്ലെങ്കിലുണ്ടല്ലോ. ആ നിന്നോട് ഞാൻ വല്ല അഭിപ്രായം ചോദിച്ചോ? അമ്മേ, നിന്റെ കാര്യം നോക്കി പോടി. ചേട്ടത്തിയുടെ വശം നിന്നിട്ട് എന്നോട് സംസാരിക്കുന്നു. എടി കള്ളി, നീ ഇന്നലെ ക്ലാസ്സും കഴിഞ്ഞ് നേരെ ലീലാന്റിയുടെ വീട്ടിലേക്ക് പോയല്ലേ? എന്നിട്ട് നീ പോകുന്ന കാര്യം എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞു പോലുമില്ലല്ലോ. ഞാൻ വൈകുന്നേരം നിന്നെ നോക്കിയിരിക്കുക. പിന്നെ അമ്മയാ പറഞ്ഞ നീ ലീലാന്റിയുടെ വീട്ടിലേക്ക് പോയിന്ന്. അവിടെ ചെന്നിട്ട് ഞാൻ ഭയങ്കര ബിസി ആയി പോയെന്നേ. പിന്നെ അമ്മേനെ പോകുന്ന വഴിക്ക് വിളിച്ചൊന്ന് പറഞ്ഞതാ. ഇല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം അറിയാലോ. ഇന്നലെ ഇവിടെ നടന്ന പുകില് വല്ലതും നീ അറിഞ്ഞോ? നിന്റെ ഇളയ നാത്തൂനും നിന്റെ അമ്മയും കൂടി പൂര സ്റ്റണ്ടായി. ഏത്? അമ്മേന്റെ അടുത്ത്. ഏതായാലും എന്നെ പോലെ അത്ര പാവമല്ല നിന്റെ ഇളയ നാത്തൂൻ. അമ്മേന്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ എന്റെ അമ്മായിയമ്മയുടെ മുഖത്ത് പോലും പേടിച്ചിട്ട് നോക്കിയിട്ടില്ല. അവൾ എന്തൊക്കെയാ അമ്മയോട് പറഞ്ഞതെന്നറിയോ? ഞാൻ വന്ന് കേറിയപാട് അമ്മ എന്നോട് പറഞ്ഞു, ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് ഇറങ്ങി വന്ന് അമ്മേനെ ഉപദേശിച്ചാലും അമ്മ നന്നാവൂല. പിന്നെയല്ലേ എന്റെ കുഞ്ഞേട്ടത്തി. അത് നീ പറഞ്ഞത് നേരാ. വലിയടത്ത് ഇങ്ങനെ പാവമായി പോയതുകൊണ്ടാ. അന്നേരെ അമ്മ പറയുന്നതിന് തിരിച്ച് പറഞ്ഞ് മര്യാദക്ക് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലേ അമ്മ ഒരു പൊടിക്ക് അടങ്ങിയേനെ. ഇത് വന്ന മൂത്ത വരുമ്പോഴും അമ്മ പറയുമ്പോ ഇങ്ങനെ നിൽക്കും. പിന്നെ അതുകൊണ്ട് അമ്മ അങ്ങനെ വളർന്നു പോയി. ഞാൻ നിന്നോടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന അത് മറന്നുപോയി ഇതിന്റെ ഇടയ്ക്ക്. ഇടി നിന്റെ പെണ്ണുങ്ങളെ നാളെ വരും എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ, അവര് ഇന്ന് വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്ന് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. നാളെ ചെറുക്കൻ എന്തോ തിരക്കുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇന്നത്തേക്ക് മാറ്റിയത്. 4 മണിയാകുമ്പത്തേക്ക് അവരെത്തുവേ. നാളെ അവർക്ക് സമയമില്ലെങ്കിൽ മറ്റന്നാൾ വന്നാ മതിയായിരുന്നു. എന്തായാലും വന്നിട്ട് പോട്ടടി പെണ്ണേ, എന്തായാലും വരും. പിന്നെ അതുകൊണ്ട് വന്നിട്ട് പോട്ടെ. ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നടത്താലോ. നിനക്ക് പ്രായം എത്രയാന്ന് വെച്ചിട്ടാ? ഇപ്പൊ തന്നെ കല്യാണപ്രായം കഴിഞ്ഞു. പാല് ഭയങ്കര കുറവാന്നേ. ഇതിപ്പോ 2 വീട്ടുകാർ ചോദിച്ചിട്ട് രാവിലെ പാലില്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് വൈകുന്നേരം പാല് കൊടുക്കുന്നത്. ഇന്നിപ്പോ അവരോട് പാലില്ലാന്നും പറഞ്ഞിട്ട് ഞാൻ ആ പാലും കൊണ്ട് ഇങ്ങോട്ട് വന്നതാ. ചേച്ചി ചോദിക്കുമ്പോ എങ്ങനെയാ തരാതിരിക്കുന്നതെന്ന് ഓർത്തിട്ട്. ഞങ്ങളുടെ വീട്ടില് പാൽച്ചായ കൂടി ഇല്ല. വീട്ടില് പശു ഉണ്ട്, കറക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. ഞങ്ങൾ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ആരെങ്കിലും പാല് ചോദിക്കുന്നവരോട് ഇല്ലെന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടിയാ. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കും ചോദിക്കുന്നവർക്ക്. എന്റെ പൊന്നു ഭവാനി, അവരിപ്പോ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്. ഇന്നിപ്പോ ഓടിപ്പടിച്ച് വരുമെന്ന് നമ്മൾ ഓർത്തോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ പാല് വേറെ എവിടെന്നെങ്കിലും ഒപ്പിച്ചേനെ. നമ്മുടെ സുജാതയോട് ചോദിച്ചായിരുന്നെങ്കിലേ അവിടെ പാലുണ്ടല്ലോ, ഇച്ചിരി അങ്ങ് നടന്നു പോകണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു വരവായി പോയില്ലേ, അതാ. ചെറുക്കൻ എങ്ങനെയാ? നല്ല ജോലിക്കാരനൊക്കെ ആണോ? വലിയ ഏതോ കമ്പനിയിലെ മാനേജരാ. നല്ല ശമ്പളമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ചെറുക്കൻ MBA പിന്നെ റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നെന്ന്. നടന്നു കഴിഞ്ഞ പെണ്ണിന്റെ ഭാഗ്യമാണെന്നാണ് ബ്രോക്കർ പറയുന്നത്. നടന്നാ മതിയായിരുന്നു. കാര്യം പെണ്ണിന് ഇച്ചിരി നിറം കുറവൊക്കെ അല്ലേ. അതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇഷ്ടപ്പെടണ്ടേ കണ്ടാലേ? അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. എന്തായാലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല.
വലിയ നല്ല തറവാട്ടുകാരാന്നാ പറഞ്ഞത്. ചെറുക്കന്റെ അച്ഛന്റെ കുടുംബമായാലും അമ്മയുടെ കുടുംബവും ഒക്കെ ആയിട്ട് നല്ല അറിയപ്പെടുന്ന തറവാട്ടുകാരാണ്. നല്ല അന്തസ്സുള്ള കുടുംബക്കാരാണ്, നല്ല സ്വത്തൊക്കെ ഉണ്ടെന്നാ കേട്ടത്, പറമ്പും ആദായങ്ങളൊക്കെ. അല്ല, അന്നേരം ആരൊക്കെയാ വരുന്നേ പെണ്ണ് കാണാൻ? കുറെ പേരൊന്നും ഇല്ലല്ലോ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും പിന്നെ അച്ഛന്റെ അനിയനും അമ്മയുടെ ആങ്ങളെയും ചെറുക്കന്റെ ഒരു കൂട്ടുകാരനും കൂടിയാ വരുന്നത് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ എന്റെ ദൈവമേ, അത്രയും പേര് വരുന്നുണ്ടോ? ഞാനോർത്ത് ചെറുക്കനോ കൂട്ടുകാരനോ ആരെങ്കിലും 2-3 പേര് കാണുള്ളൂന്ന് ഞാൻ വിചാരിച്ചത്. പെണ്ണ് കാണലായത് കൊണ്ടിട്ടേ ഉറപ്പിക്കലൊന്നും അല്ലല്ലോ. ഇതിപ്പോ പാല് തികയല്ലേന്ന് എനിക്കൊരു സംശയം. അത് പാല് 2 ലിറ്റർ ഇല്ലേ? അതൊക്കെ മതി ധാരാളം. ഓ, അതൊക്കെ മതി. ആ എന്നാ പിന്നെ ഞാനേ അങ്ങ് പോയേക്കുവാ. ഞാൻ എന്തിനെങ്കിലും കൂട്ടണോ, എന്തെങ്കിലും സഹായിക്കണോ? വേണ്ട, അതിന് മാത്രം ഒന്നും പണിയൊന്നുമില്ല. എന്തിനാ അല്ലേ, 2 മരുമക്കളല്ലേ ഉള്ളത്. പിന്നെ മോളും കൂടുമല്ലോ. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ഒരു മേൽനോട്ടവും ഞാനില്ലാണ്ട് ഒന്നും ഒരു കാര്യങ്ങളും ശരിയായി വരുന്നേ. അവരുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യിക്കുന്നൊന്നുമില്ല. എനിക്കൊരു തൃപ്തിയും വരികയില്ല. എന്നാ ഞാൻ പോട്ടെ. ആ അമ്മ അവര് എത്ര മണിക്ക് വരുമെന്നാ പറഞ്ഞേക്കുന്നേ? അവരൊരു 4 മണിയാവുമ്പത്തേക്കും എത്തുമെന്നാ പറഞ്ഞത്. ഞാൻ നമ്മുടെ ഉമേഷിനോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബേക്കറിയും അതും ഇതൊക്കെ മേടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ 4 മണിക്ക് ഓട്ടം പോകാനുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും ശരി, ഇവിടെ കൊണ്ട് തന്നിട്ടേ പോകാവുള്ളടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ അത് ഞാൻ വാങ്ങിട്ട് വരാമേ. വേണ്ട വേണ്ട, നീ പോയി നോക്കിയെടുത്താലും ശരിയാകുന്നില്ല. നിനക്കൊന്നും അറിയത്തില്ല അതിൻ്റെതായ പാകത്തിന് നോക്കിയെടുത്ത് മേടിക്കാനൊന്നും. ഉമേഷിനാകുമ്പോ അറിയാം, അവനല്ലേ എപ്പോഴും ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടു തരുന്നതേ. അതുകൊണ്ടിട്ട് അവനറിയാം എന്തൊക്കെയാ വേണ്ടതെന്നാണ്. അവൻ കൊണ്ടു തന്നോളൂ. ആ നീയേ നിന്റെ അനിയനോട് പോയിട്ട് പറ, നീല ടീഷർട്ട് മാറ്റിയിട്ട് ആ മെറൂൺ ഷർട്ട് ഇല്ലേ അതെടുത്ത് ഇടാൻ വേണ്ടിട്ട് പറ. നീയും നിന്റെ വേഷമൊക്കെ മാറ്റിയിട്ടേ ഒന്ന് വൃത്തിക്ക് നിൽക്ക്. നിങ്ങൾ രണ്ടുപേരും ആങ്ങളമാരാ, വൃത്തിക്ക് വേണം നിൽക്കാൻ വേണ്ടിട്ട്. പിന്നെ നിന്റെയൊക്കെ ഭാര്യമാരോടും പറ വൃത്തിക്ക് നിൽക്കണമെന്ന്, കേട്ടോ. ആ പോയി പറ അവരോട്. എടാ, നീ മുറി കയറി ഇരിക്കുവാണോ? ഞാൻ അവനോട് പറഞ്ഞു വിട്ടായിരുന്നല്ലോ നിന്നോട് ഷർട്ട് ഈ ടീഷർട്ട് മാറ്റിയിട്ട് മെറൂൺ ഷർട്ട് എടുത്തിടാൻ വേണ്ടിട്ട്. അമ്മ, ആ ഷർട്ട് ഇവിടെ നരച്ചു പോയി, അത് ഗുണമില്ല. 2 പുതിയ ഷർട്ട് മേടിക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ 2 ഷർട്ട് എടുക്കാൻ വേണ്ടിട്ടാ. ഷർട്ടിനൊക്കെ എന്നാ വിലയാന്നും പറഞ്ഞോണ്ടാ. അയ്യോ, 1000 രൂപ കൊടുക്കണം ഒരു നല്ല ഷർട്ട് കിട്ടാൻ വേണ്ടിട്ട്. ഇപ്പൊ ഉള്ളതൊക്കെ ഇട്ടാ മതി. എന്നാലും അത് ഇത്ര പെട്ടെന്ന് അങ്ങ് നരച്ചു പോയോ? അത് മേടിച്ചിട്ട് 3 വർഷം കണ്ടല്ലേ ആയുള്ളൂ. ഞാൻ നാളെ ആ കട വരെ ഒന്ന് പോകുന്നുണ്ട്. ആ ഷർട്ട് നീ അങ്ങ് പൊതിഞ്ഞ് അവിടെ വെക്ക്, ഞാൻ അതും കൊണ്ട് പോവാം. അങ്ങനെ അങ്ങ് 3 വർഷം ആകുമ്പോഴത്തേക്ക് ഷർട്ട് അങ്ങ് നരച്ചു പോയാൽ കൊള്ളിയല്ലോ. ഇത്രയും വില കൊടുത്ത് മേടിച്ചിട്ട് 750 രൂപയുടെ ഷർട്ടാ അത് 3 വർഷം മുന്നേ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അല്ല, ആ ഒരു പച്ച ഷർട്ട് ഇല്ലേ, എങ്കിൽ പിന്നെ അതെടുത്തിടും. അതിന് 2 ബട്ടൺസ് ഇല്ല. അതിന്റെ 2 ബട്ടൺസ് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് അത് നോക്കി കൊണ്ട് ഒന്ന് തുന്നി പിടിപ്പിച്ചുവിടാൻ. അവക്കൂടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഓ, എന്നോട് സംസാരിക്കാൻ മാത്രം അവക്ക് 100 നാക്കാം. ഭർത്താവിന്റെ കാര്യങ്ങളൊന്നും നോക്കിയും കണ്ടും ചെയ്യാനൊന്നും യാതൊരു വിധ താല്പര്യവും ഇല്ല. അതൊന്നും ശ്രദ്ധിക്കത്തുമില്ല. അതങ്ങനെ, അതിനൊന്നും താല്പര്യമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പുറം ചാടി പോണം, ജോലിക്ക് പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, അവളോട് വേഗം ആ ഷർട്ടിന്റെ ബട്ടൺസ് തുന്നി പിടിപ്പിക്കാൻ പറ, എന്നിട്ട് ആ പച്ച ഷർട്ട് ഇട്ടാ മതി. ചെറുക്കന്റെ വീട്ടുകാരെ എന്താ വിളിച്ചു പറഞ്ഞെന്ന് അമ്മയോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കു ചേട്ടാ. എന്താ പറയാത്ത? എന്താ വലിയേട്ടൻ പറഞ്ഞു കൊടുക്ക്, എന്താ ചെറുക്കന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞേന്ന്. അമ്മ അറിയട്ടേന്നേ. അത് പിന്നെ എന്തിനാ ഇങ്ങനെ തപ്പി കളിക്കുന്നേ? അങ്ങോട്ട് പറഞ്ഞാലല്ലേ അമ്മയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയാം കുഞ്ഞാട്ടത്തി, പേടിത്തൂറികളായ എന്റെ ആങ്ങളമാർക്ക് അമ്മയുടെ മുഖത്ത് നോക്കി അത് പറയാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഉണ്ടാവില്ല. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടെന്നാണല്ലോ ചെറുക്കൻ പറഞ്ഞത് ഇവിടുന്ന്. പെണ്ണോട് പറയുകയും ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ ഇഷ്ടപ്പെട്ടെന്ന്. പിന്നെ ഈ പോയി കുറച്ചു കഴിഞ്ഞപ്പം ഇഷ്ടപ്പെട്ടില്ല എന്ന് വിളിച്ചു പറയാൻ കാരണം എന്താ? പെണ്ണിന് നല്ല പഠിപ്പുണ്ട്. പിന്നെ നമ്മള് ആവശ്യത്തിന് സ്വർണവും പണവും ഒക്കെ കൊടുക്കാന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഒരു കാരണം വേണല്ലോ ഈ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ വേണ്ടിട്ട്. അതെന്നാന്ന് പറയണം, കാരണം പറഞ്ഞവര്. പെണ്ണിനെയൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊന്നും അല്ല കാരണം. പിന്നെന്താ കാരണം? ഞാൻ പറയാം, പെൺഭരണമുള്ള വീട്ടിൽ നിന്നേ അവർക്ക് പെണ്ണ് വേണ്ടെന്ന്. അവരുടെ വന്ന് കുറച്ച് സമയത്തിനുള്ളിൽ അമ്മേന്റെ സ്വഭാവം അവർക്ക് മനസ്സിലായി. എന്റെ ആങ്ങളമാരെ എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ അമ്മ സമ്മതിച്ചോ? അന്നേരം അമ്മ ഇങ്ങനെ വെക്കുന്നു, അവരെ പേടിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാണ് അമ്മ ചിന്തിക്കണ്ടേ. അവരുടെ മുന്നിലിട്ടിട്ട് എന്റെ ചേട്ടന്മാര് രണ്ടുപേരെ അമ്മ എന്തൊക്കെയാ പറഞ്ഞത്. അപ്പൊ തന്നെ അമ്മയുടെ സ്വഭാവം അവർക്ക് മനസ്സിലായി. പിന്നെ അവർ അമ്മേനെ കുറിച്ച് അന്വേഷിച്ചെന്ന്. അപ്പൊ അമ്മ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ അവരറിഞ്ഞു. അമ്മയുടെ മോളല്ലേ ഞാനും അങ്ങനെ ആയിരിക്കും എന്ന് അവർ ചിന്തിച്ചു കാണും. ഓ, ഇത്രയും ബോധമില്ലാത്തവരുടെ വീട്ടിലോട്ട് എന്റെ മോളെ കെട്ടിച്ചു വിടാൻ എനിക്കും താല്പര്യമില്ല. ഓ, ചെറുക്കനെ വേറെ കിട്ടും. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഓ, ഈ അമ്മ വല്ലാത്തൊരു അവതാരം തന്നെ. എന്റെ അമ്മ, മകളുടെ കല്യാണം മുടങ്ങിപ്പോയാൽ ഒരു കുലുക്കവും ഇല്ല. നിങ്ങളെ ചേട്ടനും അനിയനും കൂടെ ഈ അമ്മേനെ ഇങ്ങനെ ആക്കിയത്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്?
പെങ്ങളുടെ കല്യാണം മുടങ്ങിയത് കണ്ടോ? നല്ലൊരു ആലോചനയായിരുന്നു ഇത് നടക്കുമായിരുന്നെങ്കിലേ അവളുടെ ഭാഗ്യമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ സ്വഭാവം അവർക്ക് വന്ന് കുറച്ച് സമയം കൊണ്ട് തന്നെ മനസ്സിലായി. ആ അമ്മയുടെയല്ലേ മോള്, അതുപോലെ തന്നെ ആയിരിക്കും അവരും ചിന്തിച്ചു കാണും. അയ്യോ, ഇതുപോലെ ഒരു ഭരണം കാണിക്കുന്ന അമ്മേനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ലപ്പോ. പിന്നെ നിങ്ങളുടെ പെങ്ങളെന്നോട് പറഞ്ഞു അച്ഛന്റെ അടുത്ത് അമ്മ എങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നേന്ന്. എനിക്കത് കേട്ടപ്പോ തന്നെ സങ്കടം വന്നു. ഇതെല്ലാം കണ്ടും കേട്ട് നിങ്ങൾ രണ്ട് ആമക്കൾ നോക്കി നിന്നല്ലോ. അതാ ഞാൻ വിചാരിക്കുന്നത്. അമ്മേനെ ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അമ്മേനെ നിലയ്ക്ക് നിർത്താൻ പറ്റിയ നല്ലത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നീ എന്തിനാ ഇങ്ങനെ മുഖം കുറിപ്പിച്ചിരിക്കുന്നത്? ഇത് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്ന്. ഇതിപ്പോ ആദ്യമായിട്ടൊന്നും വന്ന് കണ്ടതല്ലേ ഉള്ളൂ. ഇതിന് മാത്രം മുഖം കുറിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയെങ്കിൽ പോട്ടെ അങ്ങോട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ആലോചന. സംസാരിച്ചിട്ടും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. അമ്മ ഒറ്റൊരാള് കാരണമല്ലേ ഈ ആലോചന മുടങ്ങിപ്പോയത്. അമ്മയൊന്ന് പൊടിക്ക് അടങ്ങ്. അതെ, നിന്റെ അച്ഛനെ മരിച്ചിട്ടുള്ളൂ. അമ്മയായി ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുവോ നാലാളിരിക്കുമ്പോ വർത്താനം പറയുകയും ചെയ്യേണ്ടത് ഞാനാ, അല്ലാണ്ട് നിന്റെ ആങ്ങളമാരല്ല. അവരവിടെ വർത്താനം പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ മിണ്ടാണ്ടിരുന്നാ മതിയില്ല അവന്മാർക്ക്. അമ്മ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് അധികാരവും അവകാശവും ഉണ്ട്. പക്ഷെ ചേട്ടന്മാർ എന്തെങ്കിലും പറയുമ്പോ അമ്മ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും വലുതായ ആമക്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ അവരത് നോട്ട് ചെയ്യൂലേ? അതെന്താ അമ്മ ചിന്തിക്കാത്തത്? ഇത് പോയെങ്കിൽ അങ്ങ് പോട്ടടി മോളെ. ഇത് പോയാൽ വേറെ 100 ഞാൻ കൊണ്ടുവരും. മനസ്സിലായോ? ഞാനിപ്പോ തന്നെ വേറൊരു ബ്രോക്കറെ വിളിച്ചിട്ടുണ്ട്. വേറെ 2-3 ആലോചന ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. അത്ര അങ്ങ് ബുദ്ധിയും ബോധവും ഇല്ലാത്ത വർത്താനം പറയുന്നവരാണെങ്കിൽ അങ്ങ് പോട്ടെ.